കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സ്നേഹസ്പർശം പദ്ധതി മാനുഷിക മൂല്യങ്ങളുടെ ഉദാത്തമായ മാതൃകയാണെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. സംഘടനയിൽ അംഗമായിരിക്കെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസ ധനസഹായം നൽകുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ 25ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുളത്തൂപ്പുഴയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. അകാലത്തിൽ മരണപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകുന്നത് വലിയൊരു തണലാണ്. ഇത് ഏതെങ്കിലും സർക്കാർ സഹായമല്ല, മറിച്ച് ഏകോപന സമിതിയിലെ ഓരോ അംഗവും ചേർന്ന് സമാഹരിക്കുന്ന തുകയാണിതെന്നത് പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുവെന്നും MP കൂട്ടിച്ചേർത്തു. വ്യാപാരി സുഹൃത്തുക്കൾ തന്നെ കൂട്ടായി സമാഹരിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികളും അതിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ കുടുംബത്തിനും ഇത്തരത്തിലുള്ള നഷ്ടം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിന് കൈത്താങ്ങാകാൻ, ആ കുടുംബത്തിന് ആശ്വാസമായി തീരാൻ, കേവലമായ ഒരു ആശ്വാസമെങ്കിലുമായി മാറിത്തീരാൻ 10 ലക്ഷം രൂപ കുടുംബത്തിന്റെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അത്യാവശ്യം അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തു തീർക്കാൻ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസമാണ്. ഇന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നത് 5 പേർക്കാണ് 10 ലക്ഷം രൂപ വെച്ച് 50 ലക്ഷം രൂപ വിതരണം ചെയ്യുന്നത്. ആ വിതരണം ചെയ്യപ്പെടുന്നവരുടെയൊക്കെ ആ നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാനികളായിട്ടുള്ള 5 പേർ, അതിൽ ഏറ്റവും കുളത്തൂപ്പുഴ യൂണിറ്റിന്റെ പ്രതിനിധിയായിരുന്ന ശ്രീ റഹീം, അതുപോലെ നെടുവത്തൂർ യൂണിറ്റിൽ നിന്നുള്ള സുനിൽകുമാർ നായർ, ചെങ്ങമനാട് യൂണിറ്റിലെ ശ്രീ G രാധാകൃഷ്ണപിള്ള, നെടുവത്തൂർ യൂണിറ്റിലെ തങ്കമ്മ ജോൺ, ഇടവട്ടം യൂണിറ്റിലെ മനോജ് BG എന്ന 5 പേരാണ് ഈ കാലയളവിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ച് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ BV, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, സംഘടന ജില്ലാ ട്രഷറർ S കബീർ, യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളിന്തിട്ട, യൂണിറ്റ് സെക്രട്ടറി A ഷാനവാസ്, ജനപ്രതിനിധികളായ SL ടോം, AS നിസാം, ഷബിന അൻവർ എന്നിവർ പ്രസംഗിച്ചു. 2023 ആരംഭിച്ച സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഇതുവരെ 12.5 കോടി രൂപ വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിട്ടുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.